വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബേക്കിംഗ് സെഗ്മെൻറ്റാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ്, ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. കണ്ടു നോക്കാം. ആദ്യം നമുക്ക് മൈദ ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 1.5 കപ്പ് മൈദ. ഒരു 180 ഗ്രാംസ് വരും. ഒന്നുകിൽ അരിപ്പയിൽ തള്ളിയെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വയവിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ടൊരു ബിഗർ ബോൾ എടുത്തു. ഇതിലേക്ക് ബട്ടർ. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 100 ഗ്രാം സോൾട്ടഡ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കാം. അൺസോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ സോൾട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1/4 കപ്പ് സാധാരണ പഞ്ചസാര. ഞാൻ എടുത്തേക്കുന്നത് കാസ്റ്റർ ഷുഗറാണ്. നോർമൽ പഞ്ചസാര യൂസ് ചെയ്യാം. കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞാൽ ഫൈനായിട്ടുള്ള ഗ്രാനുലേറ്റഡ് ഷുഗർ. നമുക്കിത് നല്ലതായിട്ട് ക്രീം ചെയ്യണം. ബട്ടർ, ഷുഗർ, ബ്രൗൺ ഷുഗർ, ഈ മിക്സർ മൂന്നും കൂടെ നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് മുട്ടയുടെ ഉണ്ണി മാത്രമായിട്ട് ചേർക്കാം. ഈ എഗ്ഗ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. യോക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്. നന്നായിട്ടൊന്ന് ക്രീം ചെയ്യാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് 1.5 കപ്പ് മൈദ. മൈദയ്ക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് അതുകൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് ഞാൻ റിസർവ് ചെയ്ത് വെച്ചേക്കുക, ബാക്കി മൊത്തം ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇതൊന്ന് ബീറ്റ് ചെയ്യാം ലൈറ്റായിട്ട്. ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ മിക്സ്ചർ ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ച് പാല് ചേർക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്തു. നോക്കിയിട്ട്, കൂടിപ്പോയല്ല, നോക്കിയിട്ട് ചേർക്കാം, മതി. അതിലേക്ക് ബാക്കി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ചിപ്സ് കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളൊരു കുക്കി ഡോ റെഡിയാക്കി. ഇനി ഇത് ചെറിയ ചെറിയ ലൈം സൈസ് ബോളാക്കി നമുക്ക് ട്രേയിലേക്ക് വെക്കാം. കുക്കീസ് എല്ലാം തന്നെ ഞാൻ ട്രേയിൽ അറേഞ്ച് ചെയ്തു. ഇത് ഒരു 2 ട്രേ ഓഫ് കുക്കീസ് ഉണ്ട്. ഏകദേശം ഒരു 27 നമ്പേഴ്സ് ഓഫ് കുക്കീസ് ഈ ഒരു അളവിൽ നമുക്ക് കിട്ടും. ഇത് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കുക്കീസ് അവൻ പ്രീഹീറ്റ് ചെയ്യുക. 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുക. 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് അവനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ്സ് ആയി. ഇനി അത് എടുക്കാം.
2 ട്രേ ഓഫ് കുക്കീസ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തു. ഇത് നല്ല ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ടിരിക്കും. കുറച്ച് നേരം വെക്കണം. നമ്മൾ നല്ലതായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ചൂടാറുമ്പോഴത്തേക്ക് അത് നല്ല ക്രിസ്പാവും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ അവനിൽ എടുക്കുമ്പോൾ തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം വെന്തിട്ടില്ല എന്ന് വിചാരിച്ച് വീണ്ടും വെക്കല് കൂടുതൽ ഹാർഡായി പോകും. എപ്പോഴും ആ കറക്റ്റ് സമയത്ത് 15-20 മിനിറ്റ്സ് ഒരു ബ്രൗണിങ് നോക്കുക. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒടിച്ച് നോക്കിയാൽ ചോക്ലേറ്റ് ചെറിയ ഊസിനെസ് ഉണ്ടാവും, ചെറിയൊരു വെറ്റ്നെസ് ഉണ്ടാവും ചോക്ലേറ്റിൻ്റെ ചൂടോടെ നോക്കുമ്പോൾ. ചൂടാറി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഡ്രൈ ആവും. ഇത് നമുക്ക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. നമുക്ക് ഒരു 2 ആഴ്ച നമുക്ക് വീട്ടിൽ എയർടൈറ്റ് കണ്ടെയ്നർ ഇട്ടാൽ സൂക്ഷിച്ച് വെക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കുക്കീസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിലായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.